ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ +2 പബ്ലിക് എക്സാം കെമിസ്ട്രീൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ എൻ്റെ ഫിസിക്സ് എക്സാമിൻ്റെ റിവ്യൂ കണ്ടവർക്കറിയാം, ഞാൻ എക്സാമിന് ശേഷം ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കെമിസ്ട്രീൻ്റെ പ്രിപ്പറേഷൻ അത്യാവശ്യം ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് എനിക്കൊന്നും കിട്ടില്ല, മൊത്തം മറക്കുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത്ര കുഴപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം എക്സാം സിമ്പിൾ എന്നല്ല. ഞാൻ ഇത്ര ടഫാണെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര ടഫായിട്ടില്ല. എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ എക്സാം ആണോ ചോദിച്ചാൽ അറിയില്ല, ടഫാണോ ചോദിച്ചാൽ അതും അറിയില്ല, മോഡറേറ്റ് ആണോ ചോദിച്ചാൽ മേ ബി മോഡറേറ്റ് ആവാം. അങ്ങനെ ഒരു എക്സാം, അതായത് മോഡറേറ്റ് ആണോ ചോദിച്ചാണ്, അല്ല ചോദിച്ചാൽ അല്ല. അതായത് എനിക്ക് തോന്നുന്നു മൊത്തം ഡീറ്റെയിൽഡായി പഠിച്ച് അല്ലെങ്കിൽ അത്യാവശ്യം വൃത്തിക്ക് പഠിച്ച ഒരാൾക്ക് എന്തായാലും സിമ്പിൾ എക്സാം തന്നെ ആയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. സിമ്പിൾ എക്സാം തന്നെ ആയിരിക്കും. എന്നാലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം പോയി നോക്കിയവർക്കാണെങ്കിൽ ഒരു മോഡറേറ്റ് ആയിരിക്കും. ആ ഒരു ലെവലായിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് ഇതിൽ എനിക്ക് ഓർഗാനിക് ഭയങ്കര ടഫായിട്ടായിരുന്നു തോന്നിയത്. പക്ഷെ എനിക്ക് +1 ഓർഗാനിക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഇനോർഗാനിക് ആയിരുന്നു +1 ഭയങ്കര ഇഷ്ടമല്ലാത്തത്. എനിക്ക് +1 ഇനോർഗാനിക് പഠിക്കാനേ ഇഷ്ടമില്ലായിരുന്നു. അവസാനത്തെ 2 ചാപ്റ്റർ എനിക്ക് നല്ലോണം അറിയുന്നത്, നല്ല വൃത്തിക്ക് ഞാൻ പഠിച്ചിട്ട് പോയിരുന്നു. പക്ഷേ +1 എനിക്ക് വിചാരിച്ചതിനേക്കാളും വളരെ കുറവ് മാർക്കായിരുന്നു +1 എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അതല്ല ഇവിടുത്തെ വിഷയം. കെമിസ്ട്രി അത്ര ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് കെമിസ്ട്രി. മാത്സുമാണ് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു ടൈപ്പ് ഓഫ് സബ്ജക്ട്സ്. ഇതിൽ 1 വേർഡ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ടഫായിട്ടാണ് വിചാരിച്ചത് ആദ്യം. പക്ഷെ പിന്നെ വായിച്ച് നോക്കിയപ്പോൾ ഓക്കെ കിട്ടുന്നുണ്ടായിരുന്നു എല്ലാം. അപ്പോൾ അത് ഓക്കെ ആയി. ആൻഡ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അത്യാവശ്യം സിമ്പിളായിരുന്നു, എന്നാൽ സിമ്പിളും അല്ല. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ 2-3 ക്വസ്റ്റ്യൻസൊക്കെ ടഫ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ 9ാമത്തെ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ തെറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ടെമ്പറേച്ചറൊക്കെ തന്നിട്ടില്ല, ടെമ്പറേച്ചർ വെച്ചിട്ട് നല്ല ഞാൻ ചെയ്തത്, അതുകൊണ്ട് തെറ്റി. പിന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഓക്കെ ആയിരുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ അവസാനം എഴുതാഴ്ച മാറ്റി വെച്ചായിരുന്നു, പക്ഷെ അത് എഴുതിയിട്ടില്ല, മറന്നുപോയി. ഓപ്ഷനായിട്ട് അവസാനം എഴുതാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കാരണം എനിക്കിതിലൊരു ക്വസ്റ്റ്യൻ മിക്കവാറും തെറ്റും. അതായത് എന്നാലും കുഴപ്പമില്ല, വിചാരിച്ചത്ര കുഴപ്പമില്ലല്ലോ. 3 മാർക്കിൻ്റെ ഓക്കെ ആയിരുന്നു, അത്യാവശ്യം സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതിൽ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ റെസ്റ്റിംഗ് ഓഫ് അയൺ ഞാൻ വരുന്നില്ല എന്ന് തന്നെയായിരുന്നു വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ പോർഷൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഭയങ്കര സിമ്പിളായ പോർഷൻ ആയിരുന്നു, പക്ഷെ അത് വന്നു. അതാ വെറുതെ നമ്മൾ വരില്ല എന്ന് വിചാരിച്ച പോർഷൻ ആയിരിക്കും മിക്കവാറും വരിക. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ 24ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബാക്കി കുറേയൊക്കെ എനിക്കിത് ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 24ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ആ ഓർഗാനിക്കിൻ്റെ. പിന്നെ 27ാമത്തെ ക്വസ്റ്റ്യനാണ് എനിക്ക് ഏറ്റവും വലിയ മണ്ടത്തരം പറ്റിയത്. 27ാമത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ എഴുതി, 2ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഗ്രാഫ് വരയ്ക്കേണ്ട പോസിറ്റീവ് ഡീവിയേഷൻ, ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിച്ചിട്ടില്ല. അതിന് പകരം ഞാൻ വേറൊരു ഗ്രാഫാണ് വരച്ചത്. അതുകൊണ്ട് തന്നെ ആ 2 മാർക്ക് പോയി. പിന്നെ അതും ശ്രദ്ധിക്കണം, ഞാൻ അവസാനത്തെ 5 മിനിറ്റിലാണ് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തത്. എനിക്ക് ടൈം കുറച്ച് പ്രശ്നമായിരുന്നു ഈ എക്സാമിന്. പക്ഷെ ബാക്കിയുള്ളത് എഴുതി, എന്നാലും ഓർഗാനിക് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. അതേപോലെ തന്നെ ഡാനിയൽ സെല്ലിൽ ഞാൻ എന്തോ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. എനിക്ക് ഓക്കെ എക്സാം ആയിരുന്നു, വലിയ ടഫും അല്ല എന്നാൽ വലിയ സിമ്പിളും അല്ല. പിന്നെ നെക്സ്റ്റ് എക്സാം ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് മിക്കവർക്കും സിമ്പിളായിട്ടായിരിക്കും തോന്നുക. എനിക്കും ലാംഗ്വേജിന് അത്ര പേടി അങ്ങോട്ട് ഇല്ല, കാരണം ഹിന്ദിയാണ്, അത്യാവശ്യം സിമ്പിളല്ലേ. എന്തെങ്കിലുമൊക്കെ ടഫ് ചോദിച്ചാൽ പെടും. പിന്നെ നിങ്ങൾക്ക് ഈ എക്സാം എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ സിമ്പിളായി തോന്നിയതെന്നും കൂടി പറയാം. പിന്നെ എനിക്ക് എക്സാം ഹാളിൽ ഞാൻ നേരിട്ടൊരു വലിയ ഇഷ്യൂ എന്താ വെച്ചാൽ ഓർഗാനിക് റിയാക്ഷൻ കംപ്ലീറ്റ് മറന്നു വന്നു. അതായത് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ലിറ്ററലി ഞാൻ രാവിലെ തന്നെ എനിക്ക് ചെറുങ്ങനെ മനസ്സിലായിട്ടുണ്ടായിരുന്നു, എൻ്റെ തലയിലൊന്നും ഇല്ല, ഓർമ്മയില്ല, എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഇമ്പോർട്ടൻ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് നെയ്മഡ് റിയാക്ഷൻ എന്തായാലും നോക്കണം, കാരണം അതായിരിക്കും മെജോറിറ്റി ചോദിക്കുക ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്തിട്ട്. സത്യം കേട്ടോ, നെയ്മഡാണ് കൂടുതൽ ചോദിക്കുന്നത്. അപ്പം നെയ്മഡ് റിയാക്ഷൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചത്ര എഴുതാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് ആ റിയേജൻ്റൊക്കെ കുറച്ചൊക്കെ മോഡലിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ 20ാമത്തെ ക്വസ്റ്റ്യൻ മറ്റേ K2MN ആ സാധനമില്ലേ, അതിൻ്റെ K2CR2O7 ഇല്ലേ, ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ട്. അപ്പം മോഡലിന് പഠിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്യാൻ വിചാരിച്ചതാണ്. ഭാഗ്യത്തിന് മറ്റേ ജസീൽ സാറ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമിനറിന്, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കിയിട്ട് പോയത്. അതുകൊണ്ട് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ പണി കിട്ടിയേനെ. സോ ദാറ്റ്സ് ഇറ്റ്, ബൈ.